നമ്മൾ പല ആൾക്കാരും ധരിച്ചു വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയർ പമ്പിലേക്ക് എയർ സ്റ്റോൺ കണക്ട് ചെയ്ത് ഫിഷ് ടാങ്കിലേക്ക് ഇട്ട് ഇതുപോലെ ബബിൾസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെള്ളത്തിലേക്ക് ഓക്സിജൻ റിലീസ് ആവുന്നതെന്നാണ് പല ആൾക്കാരും വിചാരിച്ചിട്ടുള്ളത്. അതായത് ഈ റിലീസ് ചെയ്യുന്ന ബബിൾസിൽ നിന്നാണ് വെള്ളത്തിലേക്ക് ഓക്സിജൻ ഡിസോൾവ് ആവുന്നതെന്നാണ് പല ആൾക്കാരും വിചാരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇതേപോലെ ബബിൾസ് മുകളിലേക്ക് വന്ന് പൊട്ടുന്ന സമയത്ത് മുകളിലുണ്ടാകുന്ന ആ ഒരു സർഫസ് അജിറ്റേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസിൻ്റെ സമയത്താണ് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നത്. അന്തരീക്ഷത്തിലെ വായുവാണ് വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നത്. അന്തരീക്ഷത്തിലുള്ള വായുവിൽ 21% ഓക്സിജനാണ് ഉള്ളത്, 78% നൈട്രജനും പിന്നെ വരുന്നത് ബാക്കി വാതകങ്ങളുമാണ്. അപ്പോൾ ഇതുപോലെ ബബിൾസ് മുകളിലേക്ക് വന്ന് പൊട്ടുന്ന സമയത്ത് സർഫസ് അജിറ്റേഷൻ ഉണ്ടാകുന്നു. ആ സമയത്ത് അന്തരീക്ഷത്തിലുള്ള എയർ അല്ലെങ്കിൽ ഓക്സിജൻ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നു. വെള്ളത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് റിലീസാവും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഓക്സിജൻ ഇൻ, കാർബൺ ഡയോക്സൈഡ് ഔട്ട്. അല്ലാതെ എയർ പമ്പിൽ നിന്ന് വരുന്ന എയറിലുള്ള ഓക്സിജൻ അല്ല ശരിക്കും വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത്. അത് വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഡിസോൾവ് ആവുന്നുണ്ട്. കുറച്ച് ശതമാനം, ചെറിയൊരു ശതമാനം മാത്രമാണ് വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നത്. എന്തുകൊണ്ടാണ് ബബിൾസിനകത്തുള്ള എയറിലുള്ള ഓക്സിജൻ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബബിൾസ് വളരെ ഫാസ്റ്റായിട്ടാണ് അടിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഓക്സിജൻ വെള്ളത്തിലേക്ക് ഡിഫ്യൂസ് ആവാൻ അല്ലെങ്കിൽ ഡിസോൾവ് ആവാനുള്ള ടൈം, അതിന് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. മാത്രമല്ല ഇത്രയും ഫാസ്റ്റായിട്ട് ബബിൾസ് മുകളിൽ വന്ന് പൊട്ടുന്ന സമയത്ത് ആ എയറിൽ കുറേ ശതമാനം അന്തരീക്ഷത്തിലേക്ക് ലയിക്കും അല്ലെങ്കിൽ എസ്കേപ്പ് ആവും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് എയർ പമ്പിൽ നിന്ന് വരുന്ന ആ ഒരു എയർ ബബിൾസിലുള്ള ഓക്സിജൻ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നത് വളരെ കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മെയിനായിട്ടും വെള്ളത്തിലേക്ക് ഓക്സിജൻ ഡിഫ്യൂസ് ആവുന്നത് ഈ ഒരു സർഫസ് എജിറ്റേഷൻ വഴിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് നല്ല രീതിയിലുള്ള എജിറ്റേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ അല്ലെങ്കിൽ എയർ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നത്. ഈ ഒരു സെയിം സർഫസ് എജിറ്റേഷൻ തന്നെയാണ് നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ചിട്ട് ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് പല ഫിൽട്ടർ പമ്പുകളിലും ഫിൽട്ടർ ചെയ്ത വെള്ളം ഒരു ഫൗണ്ടൻ പോലെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്ന് വീഴുന്ന സമയത്ത് ഉണ്ടാകുന്നതും ഈ ഒരു സെയിം സർഫസ് എജിറ്റേഷൻ തന്നെയാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു കണ്ടെയ്നർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചെറിയൊരു സബ്മേഴ്സിബിൾ പമ്പാണ് ഇരിക്കുന്നത്. അതും വെള്ളം പുറത്തേക്ക് തള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതോടൊപ്പം എയർ ബബിൾസും വരുന്നുണ്ട്. കാരണം നമ്മൾ അതിലേക്ക് എയർ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും നടക്കുന്നത് ഏകദേശം സിമിലർ ആയിട്ട് ഇപ്പോൾ ഈ എയർ പമ്പിൽ കാണുന്ന അതേ ഫംഗ്ഷൻ തന്നെയാണ് നടക്കുന്നത്. അവിടെ സർഫസ് എജിറ്റേഷൻ നടക്കുന്നത് ഇതേപോലെ ബബിൾസ് വരുന്ന സമയത്താണ്. അതായത് ബബിൾസ് ആണ് ആ ഒരു വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് തള്ളുന്നത്. ആ ബബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന സർഫസ് എജിറ്റേഷൻ വഴിയാണ് മെയിനായിട്ടും വെള്ളത്തിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഇതാണ്. എയർ പമ്പുകളിലാണെന്നുണ്ടെങ്കിലും സബ്മേഴ്സിബിൾ പമ്പുകളാണെന്നുണ്ടെങ്കിലും എത്രത്തോളം സർഫസ് എജിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അത്രത്തോളം ആയിരിക്കും അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ വെള്ളത്തിലേക്ക് റിലീസ് ആവുന്നത്. അല്ലാതെ ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്തല്ല. ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് ആ ബബിൾസിൽ നിന്നുള്ള ഓക്സിജൻ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുന്നതിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിൻ്റെ കാരണമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. അതായത് ബബിൾസിന് അതിനകത്തുള്ള എയർ അല്ലെങ്കിൽ ഓക്സിജൻ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവാനുള്ള ടൈം കിട്ടുന്നില്ല. അത്രയും ഫാസ്റ്റായിട്ടാണ് ബബിൾസ് ട്രാവൽ ചെയ്യുന്നത്. മാത്രമല്ല ബബിൾസ് മുകളിൽ വന്ന് പൊട്ടുന്ന സമയത്ത് അതിനകത്തുള്ള ഗ്യാസ് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ആവുന്നുണ്ട് കുറേ ശതമാനം. ഇത് ഒരു പുതിയ അറിവായിരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് തംസപ്പ് കമൻറ്റ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.